Module 1 Word Processing Package. Word Processor. A word processor is a computer application used for the production of any sort of printable material. ഒരു വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രിൻ്റബിൾ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നത്. എന്താണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രിൻ്റബിൾ മെറ്റീരിയൽ, പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വേർഡ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. The production includes composing, editing, formatting and printing the document. ഇവിടെ പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്, പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ എഡിറ്റിങ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർമാറ്റിംഗ്, അതിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യും. ബോൾഡാക്കുക, ഇറ്റാലിക്സ് ആക്കുക, കളർ കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോർമാറ്റിങ്ങിൽ ചെയ്യും. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പാക്കേജിന് എന്തൊക്കെ ഫീച്ചേഴ്സാണോ ഉള്ളത്? ടെക്സ്റ്റ് ഈസ് ടൈപ്ഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ഓൾട്രേഷൻസ് ക്യാൻ ബി മേഡ് ഈസിലി. എന്താണ്? നമ്മൾക്കൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻറ്റൻസസോ വേർഡ്സോ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിന് ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ ടൈപ്പ് ചെയ്യാനും അതിൽ എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻസ് നമ്മൾക്ക് വരുത്തണമെങ്കിൽ അത് എളുപ്പം ചെയ്യാനും നമ്മൾക്ക് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജസിലൂടെ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഫീച്ചർ, വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ക്യാൻ ബി ഇൻസേർട്ടഡ്, എഡിറ്റഡ് ഓർ ഡിലീറ്റഡ്. എന്താണ്? വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ് നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. നമ്മളൊരു പേപ്പറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരം നമ്മളൊരു വേർഡ് പ്രോസസ്സിംഗ് പാക്കേജാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള വേർഡ്സോ സെൻറ്റൻസോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പാരഗ്രാഫ്സ് ഓർ ടെക്സ്റ്റ് ക്യാൻ ബി കോപ്പീഡ് ഓർ മൂവ് വിത്തിൻ ദ ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ എന്താണ്, ഒരു പാരഗ്രാഫിന് നിങ്ങൾക്ക് ഒരു പേജിലുള്ള പാരഗ്രാഫിനെ വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യണം, അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പേജിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനെ തന്നെ നിങ്ങൾക്ക് വേറൊരു പേജിലും കോപ്പി ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ്, വേർഡ് പ്രോസസ്സിങ്ങിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പാരഗ്രാഫോ അല്ലെങ്കിൽ ടെക്സ്റ്റോ കോപ്പി ചെയ്യാനും അതിനെ മൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. മാർജിൻസ് ആൻഡ് പേജ് ലെങ്ത് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആസ് വി ഡിസയർ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പേജിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, പേജിൻ്റെ മാർജിൻസും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് എന്താണ്, പേജിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ മാർജിൻ്റെ സൈസ് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെല്ലിംഗ് ക്യാൻ ബി ചെക്ക്ഡ് ആൻഡ് മോഡിഫൈഡ് യൂട്ടിലൈസിങ് ദ സ്പെൽ ചെക്ക് ഫെസിലിറ്റി. അതുപോലെ തന്നെ എന്താണ്, ഒരു സ്പെൽ ചെക്ക് ഫെസിലിറ്റി ഉണ്ട് വേർഡ് പ്രോസസ്സിങ്ങിൽ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്പെല്ലിങ് ചെക്ക് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് ഫയൽസ് ക്യാൻ ബി മെർജ്ഡ്. എന്താണ്? നമ്മൾക്ക് ഒന്നിലധികം ഡോക്യുമെൻറ്റ്സിനെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് വേർഡ് പ്രോസസ്സിങ് വഴി സാധിക്കും. ഇപ്പോൾ ഒന്നിലധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സിനെ എല്ലാം നമ്മൾക്ക് എന്താണ്, ഒരുമിച്ച് ചേർക്കാനായിട്ട് വേർഡ് പ്രോസസ്സിങ് വഴി സാധിക്കും. Multiple copies of letters, envelopes can be generated with different addresses through the mail merge facility. അതുപോലെ തന്നെ എന്താണ്, വേർഡ് പ്രോസസ്സിങ്ങിൽ മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലെറ്റർ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 56 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഈ 56 കുട്ടികൾക്ക് നിങ്ങൾക്ക് സെയിം ലെറ്റേഴ്സാണ് അയക്കേണ്ടത്, സെയിം ലെറ്ററാണ് നിങ്ങൾക്ക് അയക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഓരോരുത്തരുടെയും ലെറ്റർ സെയിം ആയിരിക്കും, പക്ഷേ അതിൽ അഡ്രസ്സ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വേർഡ് പ്രോസസ്സിങ്ങിൽ മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾക്ക് എന്താണ്, ഈ ഒരു ഒറ്റ ലെറ്റർ തന്നെ ഡിഫറെൻ്റ് അഡ്രസ്സിൽ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഈ ലെറ്ററിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ്, അഡ്രസ്സ് മാത്രം മാറ്റി മാറ്റി നിങ്ങൾക്ക് എന്താണ്, ഈ സെയിം ലെറ്റർ തന്നെ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും പ്രിൻ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്.
ദ നെക്സ്റ്റ് വൺ ആണ് ദ ടോപ്പ് ന്യൂ ഫീച്ചേഴ്സ് ഓഫ് വേർഡ് 2013. വേർഡ് 2013 പുതിയ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. വേർഡ് 2013 പുതിയ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഫീച്ചറാണ് എ ന്യൂ ലുക്ക് ഫോർ വേർഡ്. അതെന്താണ്? വേർഡ് 2013 വന്നതോടുകൂടി നമ്മളുടെ പഴയ വേർഡിൻ്റെ വേർഷനിൽ എന്താണ്, റിബൺ എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് ഒരു ഇൻ്റർഫേസ് കാണാം. ആ റിബണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ടൂൾസും കമാൻഡ്സൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണ്. എന്താണ്, ബോൾഡ് ആക്കാൻ, ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാൻ, ഫോൺ ഫേസ് ചേഞ്ച് ചെയ്യാൻ, കളറ് ചേഞ്ച് ചെയ്യാൻ, തീംസ് കൊടുക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ റിബൺ ഇൻ്റർഫേസിൽ അവൈലബിൾ ആണ്. എന്നാൽ പുതിയ വേർഡ് 2013 വന്നതോടുകൂടി കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ റിബൺ ഇൻ്റർഫേസ് അവിടെ തന്നെയുണ്ട്. പക്ഷെ എന്താണ്, ഡിസൈൻ ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടാബ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ്, ഈസി ആയിട്ട് ഒരു ഡോക്യുമെൻറ്റിനെ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തീംസ് കൊടുക്കാനാണെങ്കിലും കളർ കൊടുക്കാനാണെങ്കിലും ഫോൺസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസൈൻ ടാബ് കമ്പൈൻ ചെയ്ത്, ഈ പറഞ്ഞ ടൂൾസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടൊരു പുതിയ ഡിസൈൻ ടാബ് അവിടെ വന്നിട്ടുണ്ട്. അതാണ് ന്യൂ ലുക്ക് ഫോർ വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഈസി ഗ്രാഫിക്സ് അലൈൻമെൻറ്റ് ആൻഡ് ലേഔട്ട് ഓപ്ഷൻസ്. ഈസി ഗ്രാഫിക്സ് അലൈൻമെൻറ്റ് ആൻഡ് ലേഔട്ട് ഓപ്ഷൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു, അതിൽ നിങ്ങൾക്കൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം, ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ആർട്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ ചെന്ന് റിബണിൽ ചെന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു പിക്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ പിക്ചറിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ വരും, ലേഔട്ട് ഓപ്ഷൻ വരും. അപ്പോൾ ഈ ലേഔട്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് റാപ്പിംഗ്, അല്ലെങ്കിൽ അതവിടെ പ്ലേസ് ചെയ്യണം, ആ പിക്ചർ എവിടെ പ്ലേസ് ചെയ്യണം, ആ പിക്ചറിനെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ പിക്ചറിൻ്റെ സൈഡിലായിട്ടൊരു ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് അപ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മുകളിൽ പോയി റിബണിൽ നോക്കി ഏത് ടാബിലാണ് ഈ ഓപ്ഷൻ കിടക്കുന്നതെന്നൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളൊരു പിക്ചർ സെലക്ട് ചെയ്താൽ തന്നെ ആ പിക്ചറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലേഔട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഈസി ഗ്രാഫിക്സ് അലൈൻമെൻറ്റ് ആൻഡ് ലേഔട്ട് ഓപ്ഷൻ. ദ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഇംപ്രൂവ്ഡ് റീഡിംഗ് ഇൻ റീഡ് മോഡ്. ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ നിങ്ങൾ റീഡ് മോഡിലാക്കുകയാണ്, ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത് റീഡ് മോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ആ പേജ് മാത്രമായിട്ട് വരും. നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഏതാണോ മുകളിലുള്ള റിബണും സൈഡിലുള്ള ബട്ടൺസും എല്ലാമൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അത് റീഡ് മോഡ് വ്യൂവിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ പേജ് മാത്രം സുഖമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇംപ്രൂവ്ഡ് റീഡിംഗ് ഇൻ റീഡ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് സ്മാർട്ടർ കൊളാബറേഷൻ. സ്മാർട്ടർ കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തു, ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തു, അതിലെന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ചേഞ്ചസോ വരുത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഓപ്ഷനാണ് സിമ്പിൾ മാർക്കപ്പ് വ്യൂ. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ്, ഇപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് ലൈനിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, അപ്പോൾ പിന്നീട് വന്ന് നോക്കുമ്പോൾ ആ ചേഞ്ച് എവിടെയാണ് വരുത്തിയത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് നിങ്ങൾ വരുത്തിയതെന്നുള്ളത് നിങ്ങൾക്ക് കാണണം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ സിമ്പിൾ മാർക്കപ്പ് വ്യൂ എന്നുള്ളത് ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്തിട്ട് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സ്മാർട്ടർ കൊളാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ മാർക്കപ്പ് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ലൈൻ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലൈനിലാണ് ചേഞ്ചസ് വരുത്തിയെങ്കിൽ അതിൻ്റെ സൈഡിലൊരു ചെറിയ ലൈൻ കാണാൻ പറ്റും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ വരുത്തിയ ചേഞ്ചസ് അവിടെ കാണിക്കും. അതാണ് സ്മാർട്ടർ കൊളാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഫീച്ചറാണ് ഓപ്പൺ ആൻഡ് എഡിറ്റ് PDF ഇൻസൈഡ് വേർഡ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു PDF കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേർഡിൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആ PDF നമ്മൾ ആദ്യം ഒരു വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്കത് വേർഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വേർഡ് 2013 അങ്ങനെയല്ല. നിങ്ങൾക്കൊരു PDF കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേർഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നതാണ് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ്
ടേബിൾ ഫീച്ചേഴ്സ്. അതായത് നമ്മൾക്ക് വേർഡ് യൂസ് ചെയ്തിട്ട് ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേർഡ് ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര റോസും ഇത്ര കോളംസും ഉള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് വേർഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കുറച്ചും കൂടി നല്ല ഓപ്ഷൻസും കൂടി എന്തിൽ വന്നിട്ടുണ്ട്, വേർഡ് 2013 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടേബിളിന് ബോർഡർ കൊടുക്കാനും ബോർഡർ സ്റ്റൈൽസ് കൊടുക്കാനും അങ്ങനെയുള്ള ചെറിയ ഫീച്ചേഴ്സൊക്കെ വേർഡ് 2013 വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നതാണ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ലോങ് ഡോക്യുമെൻറ്റ്സ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 100 പേജുള്ള ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ പോർഷനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഡോക്യുമെൻ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കണം അല്ലേ, എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോർഷൻ കിടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഹെഡിങ്സ് മാത്രമായിട്ട് കാണുന്ന രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഹെഡിങ്സ് മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മൾട്ടിമീഡിയ മാജിക്. മൾട്ടിമീഡിയ മാജിക്കിൽ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ന്യൂസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ബ്രോഷേഴ്സോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ വേർഡ് 2013 അതിനുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെബ് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഡയറക്റ്റായിട്ട് ഈ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഗെറ്റ് ഓൺ ദ ക്ലൗഡ്. ഓഫീസ് സ്യൂട്ടിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ഉള്ളതുപോലെ തന്നെ വേർഡ് 2013 എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾ ഓൺലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലൗഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിങ്ങളുടെ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മൈക്രോസോഫ്റ്റ് ബേസ്ഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് എന്തായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, വേർഡായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നിങ്ങളുടെ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ടച്ച് സ്ക്രീൻ ഫങ്ഷനാലിറ്റിയാണ്. വേർഡ് 2013 ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ടച്ച് സ്ക്രീൻ എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടാണ്. അതിനർത്ഥം നിങ്ങൾക്ക് വേർഡ് 2013 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ വേണം എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ടച്ച് സ്ക്രീനിലും ഇതെന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ വേർഡ് 2013 എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ടച്ച് സ്ക്രീൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വേർഡ് 2013 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം വേർഡ് 2013 ടച്ച് സ്ക്രീൻ വേണം എന്നല്ല, ടച്ച് സ്ക്രീനിലും എന്ത് വർക്ക് ചെയ്യും, വേർഡ് 2013 വർക്ക് ചെയ്യും. ഇത്രയുമാണ് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്.